ഫുൾ ഗോസ്പൽ ചർച്ചിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ പ്രാരംഭ ഈ സൂം മീഡിയയിൽ കൂടി ദൈവജനം പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank and praise God for this fasting prayer that has been arranged in Kuwait, and I glorify God. A part of the sentence I lost because of the net. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ സൂം മീഡിയയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനിതരും ആദരണീയമായ കർത്തദാസന്മാർ, എല്ലാ ദൈവമക്കളെയും ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I greet all the saints in the Lord, all those who are participating in this Zoom meeting from all over the world. വിശേഷിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസഫ് മാത്തയും കൂടുമ്പോൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ സ്റ്റാൻലി ബദനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സുബിൻ ഫിലിപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിലും ദൈവനാമം മഹിമപ്പെടട്ടെ. I thank God for Pastor Raju, who is and Sister Lilama, who is attending from Trivandrum, and for Subi Pastor, who is in Kuwait. Okay. ഇന്ന് യഥാർത്ഥത്തെ തുടർന്നുള്ള ചിന്തയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. 68 സങ്കീർത്തനം 7 വാക്യങ്ങൾ. 68 സങ്കീർത്തനം 7, 8 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു മലയാളത്തിൽ. 68 സങ്കീർത്തനം 7, 8 വാക്യങ്ങൾ. ദൈവമേ പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടി സന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി verse 7 and 8. O God, when thou wentest forth before thy people, when thou didst march through the wilderness, the earth shook, the heavens also dropped at the presence of God. Even Sinai itself was moved at the presence of God, the God of Israel. ഇവിടെ നാം വായിക്കുന്നത് ദൈവം തന്റെ ജനത്തിന് മുമ്പായി കടന്നുപോയി എന്നാണ്. Here we read that God went ahead of his people. ദൈവം എന്തിനാ തന്റെ ജനത്തിന് മുമ്പായിട്ട് കടന്നുപോയി? Why did God go before his people? ദൈവം തന്റെ ജനത്തിന് മുമ്പായി നടന്നപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചത്? And what are the things that happened because God went before them? വിശുദ്ധ വേദപുസ്തകത്തിൽ, വിശേഷിച്ച് പഴയ നിയമത്തിൽ, ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ നടന്ന പ്രധാനപ്പെട്ട 7 സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. In the word of God, especially in the Old Testament, we find 7 different instances where God walked, and what happened when God walked before his people. ദൈവം എങ്ങനെയൊക്കെ തന്റെ ജനത്തിന് മുമ്പിൽ നടന്നു, ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടന്നപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? How did God walk before his people? And when God walked before his people, what are the things that happened? ഈ 3 ദിവസം നമ്മൾ തുടർച്ചയായി പഠിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: ദൈവജനത്തിന്റെ മുമ്പിൽ നടക്കുന്ന ദൈവം എന്ന വിഷയമാണ്. The subject that we are going to look at during these 3 days of fasting prayer will be a God who walks before his people. ചെയ്യാൻ പോകുന്നത് പ്രാരംഭത്തിൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടന്ന ഒരു സംഭവം അവിടെ നമ്മൾ കാണുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21, 22 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. അവർ പകലും രാവും Exodus chapter 13 verses 21 and 22. പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന്
രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് And the Lord മാറിയതുമില്ല. went before them by day in a pillar of cloud to lead them the way, and by night in a pillar of fire to give them light, to go by day and night. He took not away the pillar of the cloud by day, nor the pillar of fire by night from before the people. ഇവിടെ ദൈവം തന്നെ ജനത്തിന്റെ മുമ്പിൽ നടന്നത് ദൈവജനത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ. Here we see that God walked before his people to guide them in their way. ഈ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവജനത്തിന്റെ നടത്തിപ്പുകാരനാക്കി ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ഈ മോശ തന്റെ അളിയനായ ഹോബാബിനോട് പറയുന്നു, വഴി കാണിച്ചു തരാൻ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരണം. When Moses was chosen to lead the people, and Moses says, talks to his brother-in-law Hobab, saying that you also come with us to show us the way. എനിക്ക് വശമില്ല, നിനക്ക് മരുഭൂമിയില്ലെന്ന് പറഞ്ഞു തരാൻ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരണം. I have lost part of the sentence, so if the pastor don't mind, please repeat. മോശ അളിയനായ ഹോബാബിനോട് പറയുന്നത്, മരുഭൂമിയിൽ പാളയം ഇറങ്ങേണ്ടത് എവിടെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, നിനക്കറിയാം, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരണം. Moses is telling Hobab that we do not know where to set our camps in the wilderness, so please come with us and guide us. എന്നാൽ ഈ ഹോബാബ് അളിയനായ മോശയുടെ ഈ ക്ഷണമൊക്കെ നിരസിച്ച് അവൻ തന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. But Hobab refused the invitation by Moses and went back to his home. ആ വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നു. പിന്നെ മോശ തന്റെ അമ്മായപ്പനായ യെരൂബേൽ എന്ന മിദ്യാന്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യും. യഹോവ ഇസ്രായേലിന് നന്മ ചെയ്തിരിക്കൊണ്ട് നീ ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞു. അവനോട്, ഞാൻ വരുന്നില്ല, എന്റെ സ്വദേശത്തേക്ക് ചാച്ചക്കാട് അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞങ്ങളെ വിട്ടു പോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയം ഇറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു, നീ ഞങ്ങൾക്ക് കണ്ണായി തീരും. ഞങ്ങളോടുകൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യും എന്ന് പറഞ്ഞു. The book of Numbers chapter 10 verses 29 to 32. And Moses said unto Hobab the son of Raguel the Midianite, Moses' father-in-law, we are journeying unto the place which the Lord had said, I will give it to you. Come thou with us, and we will do thee good, for the Lord has spoken good concerning Israel. And he said unto him, I will not go, but I will depart to mine own land and to my kindred. And he said, leave us not, I pray thee, for as much as thou knowest how we are to encamp in the wilderness, and thou mayest be to us instead of ice. And it shall be, if thou go with us, you shall be that what goodness the Lord shall do unto us, the same we will do unto thee. ഹോബാബല്ല ഈ ജനത്തിന് വഴി പറഞ്ഞു കൊടുക്കേണ്ടത്. It's not Hobab who is supposed to show these people the way. ഹോബാബ് വഴി പറഞ്ഞു കൊടുത്താൽ ഈ ജനത്തിന്റെ വഴി തെറ്റിയിരിക്കും. If Hobab guides them in their way, they will lose their way. അതിന്റെ കാരണം ഞാൻ പറയാം. ഇസ്രായേൽ മക്കളെ ദൈവം 2 വഴികളുണ്ട്.
Sorry, Pastor, again I lost. There is the ഇസ്രായേൽ മക്കളെ ദൈവം വെടിവെച്ച് കനാൻ നാട്ടിൽ കൊണ്ട് എത്തിക്കുവാൻ ഈ ജനത്തിന്റെ മുമ്പിൽ രണ്ട് വഴികൾ. Yeah, there are two ways through which God can lead these people to reach Israel. ദേശം വഴി ഈ ജനത്തെ കൊണ്ടുപോകാം. Through Philistine also they can be taken. ഒന്ന് ഫിലിസ്ത്യരുടെ ദേശം വഴി ഈ ജനത്തെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കാം. Through Philistine they can be taken to Canaan. അത് നേരെ കിടക്കുന്ന വഴിയാണ്. That's a straight path. പക്ഷെ ആ വഴി തിരഞ്ഞെടുത്താൽ ഒരു അപകടമുണ്ട്. ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കളുമായിട്ട് യുദ്ധത്തിന് വരും. But if you choose that way, there is a danger that the Philistines will come for a war against the Israelites. ഫെലിസ്ത്യർ യുദ്ധത്തിന് വരുമ്പോൾ സ്വാഭാവികമായി നടക്കുന്നത് ഇസ്രായേൽ മക്കൾ ഭയന്ന് അവർ തിരിച്ച് മിസ്രൈമിലേക്ക് അങ്ങ് പോകും. And if they come for war, the Israelites will be frightened. They will return go back to where they came from. തിരിച്ചു പോകാൻ ഒരു തടസ്സവുമില്ല. ചോദിക്കാതെ ഇവ നേരെ മിസ്രൈമിൽ പോകും. Sorry, again I lost it. The net is a little bad. മോശയുടെ അനുവാദം പോലും ചോദിക്കാതെ ഇസ്രായേൽ മക്കൾ വന്ന വഴിയിലൂടെ തിരിച്ച് മിസ്രൈമിലേക്ക് പോകും. Yeah, the Israelites will go back to Egypt even without taking permission from Moses. എന്നാൽ രണ്ടാമത് മറ്റൊരു വഴിയുണ്ട്. അത് ചെങ്കടൽക്കരയെ കൂടെ പോകുന്ന വഴിയാണ്. But there is another way, but that will have to pass through the Red Sea. ആ വഴിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ചുറ്റി ചുറ്റി നടക്കണം. ദൂര കൂടുതലുമാണ്. The difficulty in that path it's a very long winding route, and you have to go around winding for a long distance. പക്ഷെ ആ വഴി തിരഞ്ഞെടുത്താൽ ഒരു നേട്ടമുണ്ട്. ചെങ്കടല് കടന്നു കിട്ടിയാൽ പിന്നെ ഒരിക്കലും ഈ ജനത്തിന് ഒരു മടങ്ങിപ്പോക്ക് നടക്കത്തില്ല. One of the good thing about choosing that way is that once you cross the Red Sea, there is no way you can return. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം നഷ്ടമാകത്തില്ല. The Israelites will never lose Canaan. വഴിയുള്ളതായ ആ വഴി തിരഞ്ഞെടുത്തു. So that way was chosen. ആ വാക്യം ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ തെളിവ് 17-18 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ശ്രദ്ധിച്ചോ? എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാതെ ചുറ്റി ചുറ്റി പോകേണ്ട വഴി തിരഞ്ഞെടുക്കാൻ കാരണം ഒരു മടങ്ങിപ്പോക്ക് സംഭവിക്കാതിരിക്കാൻ. So Exodus chapter 13 verses 17 verses 17 and 18. And it came to pass when Pharaoh had let the people go, that God led them not through the way of the land of the Philistines, although that was near. For God said, lest peradventure the people repent when they war and they return to Egypt. But God led the people about through the way of the wilderness of the Red Sea, and the children of Israel went up harnessed out of the land of Egypt. It means that the reason for choosing this particular long way was so that there is no chance left for the Israelites to return back to Egypt. എന്തുകൊണ്ട് ദൈവം നമ്മളെ ചുറ്റി ചുറ്റി നടക്കുന്ന വഴിയിൽ കൂടെ നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇവിടെ കിട്ടുന്നു.
നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ, Sorry, Pastor. Again, I lost it. നഷ്ടമാകാതിരിക്കാനാണ് ചുറ്റിയുള്ള വഴികളിൽ കൂടി ദൈവം നമ്മളെ നടത്തുന്നത്. Sorry, the net was bad. I could not hear. നിത്യത നഷ്ടമാകാതിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ചുറ്റി. Yes. എന്റെ മൈക്കിന്റെ കുഴപ്പമാണോ? എനിക്ക് അറിയത്തില്ല. എല്ലാ ചിലപ്പോൾ ഇവിടുത്തെ നെറ്റിന്റെ കുഴപ്പമായിരിക്കും. ആ, എന്റെ നെറ്റ് എനിക്ക് അറിയത്തില്ല. ദൈവം നമ്മളെ ബുദ്ധിമുട്ടുള്ള വഴികളിൽ കൂടെ നടത്തുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ്. The reason why God takes us and leads us through a roundabout way is so that we don't lose our eternity. ഈ കഴിഞ്ഞ ചില മാസങ്ങളായി കോവിഡ് എന്നുള്ള പ്രശ്നത്താൽ ദൈവമക്കൾ, വിശേഷിച്ച് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലും ചുറ്റി നടക്കുന്ന പാതകളിൽ കൂടിയാണല്ലോ നടക്കുന്നത്. Are we not all of us walking through a very, very long and roundabout way because of COVID for the past few months? എന്തുകൊണ്ട് ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നമ്മളെ കാഠിന്യമേറിയ വഴികളിൽ കൂടെ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഒരിക്കലും ഇതിന് നോക്കി മടങ്ങിപ്പോകാതിരിക്കാനാണ്. If you ask why this long and round winding route, it's because so that we should not look back and lose our eternity in the process. അതുകൊണ്ട് ഈ വഴികളിൽ കൂടെ നടത്തുമ്പോൾ, ചുറ്റിയുള്ള വഴികളിൽ കൂടെ നടക്കുമ്പോൾ ജനത്തിന് വഴി തെറ്റും. ഹോബാബ് വഴി പറഞ്ഞു കൊടുത്താലും വഴി തെറ്റും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഹോബാബ് അല്ല വഴി പറഞ്ഞു തരേണ്ടത്, ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം. And when the route is long and winding and far, even if Hobab guides them, they will still lose the way. That's why God said, it's not Hobab who should guide you, it's me who will guide you. ദൈവം തന്റെ ജനത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ ആ ജനത്തിന്റെ മുമ്പിൽ അന്ന് നടന്നെങ്കിൽ, നാളിതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിൽ കൂടി ഈ നാളുകളിൽ ഞാനും നിങ്ങളും നടക്കുമ്പോൾ വഴി നടത്തുന്നത് ദൈവം നമ്മൾ. On that day, if God led the Israelites through that long and winding route, the same God is here tonight with us to lead us and to show us the way as we travel through this long and winding route. ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത വഴികൾ കൂടിയാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും നടക്കുന്നത്. Each one of us is traveling through a way that we have never traveled before each day. ഇന്നേ വരെ നമ്മുടെ വഴി തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റത്തുമില്ല. വഴി പറഞ്ഞ് നടത്തുന്ന ഒരു വഴികാട്ടി നമ്മുടെ മുമ്പിൽ നടക്കുന്നത് കൊണ്ട്. Today we have not lost our way and we will not lose our way because we have a guide who is leading us. ഈ വഴികാട്ടിയെ പറ്റി പുറപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിച്ചു. വഴികാട്ടി ആര്? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. We will read something about this particular guide, and that we will see in the book of Exodus chapter 23 verses 20 and 21.
Behold, I send an angel before thee to keep thee in the way and to bring thee into the place which I have prepared. Beware of him and obey his voice. Provoke him not, for he will not pardon your transgressions, for my name is in him. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നു, എന്റെ നാമമുള്ള ദൂതൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. So here God says that an angel who has my name in him will lead you the way. ഈ ദൈവത്തിന്റെ നാമമുള്ള ഈ ദൂതൻ ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ വരണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആ ദൂതൻ ആരാണെന്ന് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. യേശു കർത്താവ് പിതാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ എനിക്ക് തന്ന നിന്റെ നാമം. മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. So to find out who this guide is, we will have to turn back to the go to the New Testament. In the book of John chapter 17 and verse 12 says, while I was with them in the world, I kept them in thy name. Those that thou gavest me, I have kept, and none of them is lost, but the son of perdition, that the scripture might be fulfilled. So it is none other than Jesus Christ who was leading the people. അപ്പോൾ ആ യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവാണ് പറയുന്നത്. അതാണ് ഏഞ്ചലോളജിയില് പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം. ഇവിടെ ദൈവത്തിന്റെ നാമമുള്ള ദൂതൻ യേശു ക്രിസ്തു ഈ ജനത്തിന്റെ മുമ്പിൽ വഴി പറഞ്ഞ ആ ജനത്തെ തെറ്റാതെ എത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിച്ചു. So it was Jesus who was leading the way, and he reached them to the right destination at the right time. നമുക്കും വഴി പറഞ്ഞ് നടത്തുന്ന, വഴി തെറ്റാതെ നടത്തുന്ന വഴികാട്ടിയായ നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. And it is Jesus who is leading us and are showing us the way without allowing us to lose the way or to miss the way. എങ്ങനെ നടക്കുന്നു? നമ്മൾ ആ വാക്യത്തിൽ കണ്ടു. രാത്രിയിൽ വെളിച്ചം കൊടുക്കാൻ, പകല് തണല് കൊടുക്കാൻ ആ ജനത്തിന്റെ മുമ്പിൽ ദൈവം നടന്നു. We read in that verse how he walks. He walks to give light during the night and to give shade during the day. രാത്രിയിൽ നടക്കുമ്പോൾ അന്ധകാര പർവ്വതത്തിൽ കാല് തട്ടി വീഴാതെ വണ്ണം പ്രകാശം തന്ന്, പ്രകാശം തെളിയിച്ചു തന്ന് ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നത് കൊണ്ട് എത്രയോ കൂരിൽ താഴ്വരയിൽ കൂടി നമ്മൾ നടന്നെങ്കിലും നമ്മുടെ കാല് കല്ലിൽ തട്ടി താഴെ പതിക്കാത്തതിന്റെ കാരണം വഴി പറഞ്ഞു നടത്തുന്ന, പ്രകാശം തന്നു നടത്തുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നതുകൊണ്ട്. It is because God who leads the way is walking before us, that even though we are walking through the valley of darkness, we have never hit our foot against a stone or missed our way or fallen anywhere. ഒന്ന്, ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ ഒന്നാമത് നടന്നത്, നടന്നിട്ടില്ലാത്ത വഴികളിൽ കൂടെ നടക്കുന്ന തന്റെ ജനത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ. So first of all, God walks before his people to show them the way through which they have never ever walked before. ഇനി ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടന്ന രണ്ടാമതൊരു സംഭവം ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ആദ്യം വായിക്കുന്നു. ആവർത്തന
1 അധ്യായം 3 വാക്യം. നിന്റെ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. Pastor, can you please say the chapter again? Deuteronomy chapter 31 verse 3. 31 verse 3. Okay. Deuteronomy chapter 31 verse 3. Verse 3. It says, yeah, the Lord thy God, he will go over before thee, and he will destroy these nations from before thee, and thou shalt possess them. And Joshua, he shall go over before thee, as the Lord has said. ഇനി വേഴ്സ് 8 8-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. അതേ അധ്യായം 8-ാമത്തെ വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. And in the same chapter, verse 8, and the Lord, he it is that doth go before thee, he will be with thee, he will not fail thee, neither forsake thee, fear not, neither be dismayed. ഇതെന്തിനാ? ദേശം പിടിച്ചെടുത്ത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ. Sorry, Pastor, I did not hear. ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ ഇവിടെ നടന്നത് കനാൻ ദേശത്തെ ജാതികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ. Here we see that God walked before his people so that he could take Canaan from the heathen and give it to his people. നമ്മൾ അവിടെ വായിക്കുമ്പോൾ ജാതികളെ നശിപ്പിച്ച ദേശം പിടിച്ചെടുത്ത് മറ്റു ചില ജാതികളുടെ ദേശം പിടിച്ചെടുത്ത് ദൈവം തന്റെ ജനമായ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ പോകുകയാണെന്ന് തോന്നിപ്പോകും. When we read this verse, it may look like, God is going to destroy these nations and then take this people place and give it to his people. എന്നാൽ അങ്ങനെയല്ല. ഈ കനാൻ നാട് ഇസ്രായേൽ മക്കളുടെ അവകാശ ഭൂമിയാണ്. ദൈവം ഈ ജനത്തിന് എഴുതിക്കൊടുത്ത ദേശമാണ്. But that is not the truth. The truth is that Canaan is an inheritance of the people of Israel, and God has written it for them and given it to them. അത് കാണണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരണം. അബ്രഹാമിന്റെ ചരിത്രം തൊട്ട് നമ്മൾ പഠിക്കണം. To see that, we will have to come to the book of Genesis, and we will have to start reading from the history of Abraham. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ Genesis chapter 13. 14 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. From verse 14 onwards, it says there, and the Lord said unto Abraham, after that Lot was separated from him, lift up now thine eyes and look from the place where thou art northward and southward and eastward and westward, for all the land which thou seest, to thee will I give it, and to thy seed forever. നമുക്കറിയാം, ഇന്നും നമ്മളൊരു വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് വസ്തു കാണും. We know that before we buy any property, we go and have a look at the property. അതാണ് ഇവിടെ ദൈവം ചെയ്യുന്നത്. ദൈവം അബ്രഹാമിന് എഴുതി കൊടുക്കാൻ പോകുന്ന വസ്തു, ആ ഭൂമി, ആ ദേശം അബ്രഹാമിനെ ആദ്യം കാണിക്കുകയാണ്. ഈ ദേശമാണ് ഞാൻ നിനക്ക് എഴുതി തരാൻ പോകുന്നത്. So God is showing Abraham the property that God is about to give him, to show him, see this, look at this, this is the land that I'm going to give you. ഞാൻ തരുമെന്ന് ഭാവികാല പ്രയോഗമാണ്, അവിടെ എഴുതി കൊടുത്തില്ല. ഇത് വസ്തു ആദ്യം കാണിക്കുന്ന കാര്യമേ ഇവിടെ നടക്കുന്നുള്ളൂ. The land is not yet given, it's only just being shown.
ഈ വസ്തു എഴുതിക്കുന്ന 15 ഈ വസ്തു അബ്രഹാമിന് ദൈവം എഴുതി കൊടുക്കുന്നത് ഉൽപ്പത്തി 15 ഞാൻ ഒന്നും കൂടെ പറയുന്നു. ദൈവം അബ്രഹാമിന് എഴുതി കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിലാണ്. Yeah, God actually writes this property for Moses, for Abraham in the chapter 15th of Genesis. അതിന്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. 7-ാം വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. പിന്നെ അവനോട് ദൈവം അബ്രഹാമിനോട് പറയുക, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കാണിച്ച ഈ ദേശമുണ്ടല്ലോ, ഈ തരാനായിട്ട് പോകുകയാണ്. അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് 8-ാം വാക്യം. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. ഈ ദേശം എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, അത് എന്തൊന്നിനാലാണ് ഞാൻ അറിയുന്നത്? അതിനെനിക്ക് രേഖ വേണം, ഡോക്യുമെന്റ് വേണം. So here in verse 7, God is talking to Abraham and talking about giving the land. He says, and he said unto him, I am the Lord that brought thee out of Ur of the Chaldees to give thee this land to inherit it. And to that, Abraham is asking God, in verse 8 we read that, and he said, Lord God, whereby shall I know that I shall inherit it? ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവം വാക്കുപാലിക്കും. ദൈവം ഈ ദേശത്തെ അബ്രഹാമിന് കൊടുക്കുക തന്നെ ചെയ്യും. When God says that he will give it, he will do it, and definitely he will give it. പക്ഷേ അബ്രഹാം പറയുന്നു, എനിക്ക് ഡോക്യുമെന്റ് വേണം, എനിക്ക് ആധാരം വേണം, ഇത് നീ എനിക്ക് തന്നു എന്നതിന് എനിക്ക് തെളിവ് വേണം. അത് അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്. But Abraham is telling God that yes, but I need proof, I need a document to show that you are giving me this land. അപ്പോൾ ദൈവം പറഞ്ഞു, നമുക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കാം. നമ്മുടെ വസ്തു എടുക്കുമ്പോൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണമല്ലോ, അതുപോലെ ആ ഡോക്യുമെന്റിന്റെ വാല്യൂ ദൈവം പറയുകയാണ്. 9-ാം വാക്യം. അവനോട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഡോക്യുമെന്റിന്റെ പേപ്പറിന്റെ വാല്യൂ പറയുകയാണ്. നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുതിപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇതാണ് ഡോക്യുമെന്റ്. ഈ വസ്തു വില കൂടിയ വസ്തുവ. I'm sorry, I'm not able to hear anything. No Okay. sound came. ഈ കനാൻ നാടിന്റെ ഈ വസ്തുവിന്റെ മൂല്യം വലുതാണ്, അതിന്റെ വില വലുതാണ്. അപ്പൊ വില കൂടുമ്പോൾ ഡോക്യുമെന്റിന്റെ വിലയും കൂടണം, മുദ്രപത്രത്തിന്റെ വില കൂടണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇത്രയും ഡോക്യുമെന്റുമായിട്ട്
നെറ്റിന്റെ പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. തുടരട്ടോ അതോ എംഎജോൺ പാസ്റ്ററെ അവിടെ നെറ്റിന്റെ കുഴപ്പമുണ്ട്. എംഎജോൺ പാസ്റ്ററെ അങ്ങ് ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേ, ചിലപ്പോ കിട്ടുമായിരിക്കും. അവിടെ നിന്നുള്ള നെറ്റ് ഒട്ടും ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. വീഡിയോ ഞാൻ എന്റെ വീഡിയോ ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പം കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അപ്പൊ ഞാൻ തുടരാം. അപ്പൊ എന്റെ പ്രശ്നം അതാ ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ തുടരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഈ വസ്തു ഞാൻ നിനക്ക് തന്നേക്കാം. So God told Abraham, I'm going to give you this property. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ദൈവം അത് കൊടുത്തിരിക്കും. And when God says he will give it, he will give it. പക്ഷേ അബ്രഹാമിന് സംശയം, അവന് ഡോക്യുമെന്റ് വേണം, ആധാരം വേണം, രേഖ വേണം. But Abraham was in doubt, so he wanted a document, some proof. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഡോക്യുമെന്റ് കൊണ്ടുപോവാ. അതാണ് 9-ാം വാക്യം. പിന്നെ ഞാൻ വായിക്കുന്നു, ഡോക്യുമെന്റിന്റെ പറയുകയാണ്, 3 വയസ്സുള്ള ആട്ടുകൊറ്റനെയും ഒരു കുതിർപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും നീ കൊണ്ടുവാ. So here, according to the value of the property, the stamp duty also increases. So in that way, God is showing us the stamp value of this property. That is what we see in verse 9. And he said unto him, take me an heifer of 3 years old, and a she-goat of 3 years old, and a ram of 3 years old, and a turtle dove, and a young pigeon. ഇനി 10-ാം വാക്യം. ഇവയെ ഒക്കെയും അവൻ കൊണ്ടുവന്നു, ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്ക് നേരെ വച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ രാഞ്ചൻ പക്ഷികൾ ഇറങ്ങിയപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. And from verse 10 onwards we see here, and he took unto him all these, and divided them in the midst, and laid each piece one against another. But the birds divided he not. And when the fowls came down upon the carcasses, Abraham drove them away. ഇവിടെ ഒരു കവനന്റ്, ഒരു ഉടമ്പടി, ഒരു രേഖ ഉണ്ടാക്കിയ. Here a covenant is being prepared. ഈ കവനന്റിന്റെ പേര് ബ്ലഡ് കവനന്റ്, രക്ത ഉടമ്പടി. So the name of this covenant is blood covenant. വേദപുസ്തകത്തിൽ പല കവനന്റ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. We see several different covenants in the word of God. സാധാരണ ബൈബിൾ സ്കൂളുകളിലും കോളേജുകളിലും ദൈവം മനുഷ്യരുമായി ചെയ്ത 7 കവനന്റ്സിനെ പറ്റി പഠിപ്പിക്കാറുണ്ട്. Usually in Bible colleges and schools, they teach about 7 different covenants that God entered into with man. അതിന്റെ പേരുകൾ മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടേക്കാം. അവിടെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കവനന്റ് ദൈവം ആദാമുമായി ചെയ്ത ഉടമ്പടിയാണ്. ആഡമിക് കവനന്റ്, ആദാവുമായി ചെയ്ത ഉടമ്പടി. അതാണ് ഒന്നാമത്തെ ഉടമ്പടി. The first covenant is known as the Adamic covenant that God entered into with Adam. ഇനി രണ്ടാമത്തെ ഉടമ്പടി നോഹാനിക് കവനന്റ്, നോഹൈക ഉടമ്പടി, നോഹയുമായി ദൈവം ചെയ്ത കവനന്റ് ആണ്. The second one is the Noahic covenant which God entered into with Noah. ആ ഉടമ്പടി നമുക്കറിയാം, മഴവില്ല ദൈവം ആകാശത്ത് ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല. അതാണ് നോഹയുമായിട്ട് ദൈവം ചെയ്തതായ ആ കവനന്റ്. The covenant that God entered into with Noah is that I will never more destroy the world by the earth by water. മൂന്നാമത്തെ ഉടമ്പടി അബ്രഹാമുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണ്. The third one is the covenant that God entered into with Abraham. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന ഉടമ്പടി ദൈവം അബ്രഹാമുമായിട്ട് ചെയ്യുന്നുണ്ട്. Yeah, God enters into a covenant with Abraham saying that through your offspring the entire world will be blessed. നാലാമത്തെ ഉടമ്പടി മോശയുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണ്. മോശയിക ഉടമ്പടി എന്നൊക്കെ പറയും. The Mosaic covenant is the one that God entered into with Moses. ഇനി അഞ്ചാമത്തെ ഉടമ്പടി ദാവീദുമായി ചെയ്ത ഉടമ്പടിയാണ്
അത് നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരാൾ ഇല്ലാതെ പോകത്തില്ല, നിന്റെ സിംഹാസനത്തിൽ യേശുക്രിസ്തു വാഴും എന്നിങ്ങനെ ദാവീദുമായി ചെയ്ത ഉടമ്പടി. The fifth covenant is the Davidic covenant, where God promises that there will never be, there will always be somebody to sit on your throne, and Jesus Christ will rule. ഇനി ആറാമത്തെ ഉടമ്പടി പലസ്തീനിയ ഉടമ്പടി എന്ന് പറയും. പലസ്തീൻ ദേശത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ഇസ്രായേൽ മക്കളുമായി ചെയ്ത ഉടമ്പടി പലസ്തീനിയ ഉടമ്പടി. The Palestinian covenant is the covenant that God entered into with the Israelites. ഏഴാമത്തേത് ഒടുവിലെത്തതുമായ ഉടമ്പടി ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി, പുതിയ നിയമം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. And the seventh covenant is the New Testament, which God has given us. ഈ ഉടമ്പടിയുടെ കാര്യമല്ല ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമകാലത്ത് മനുഷ്യരും തമ്മിൽ ചെയ്ത 3 ഉടമ്പടികൾ നമുക്ക് കാണാൻ കഴിയും. This is not one of the covenants that I mean to mention here, but here we see the 3 different covenants that man entered into with man. അതിൽ ഒന്നാമത്തെ ഉടമ്പടി സോൾട്ട് കവനന്റ്, ഉപ്പുടമ്പടി. മലയാളത്തിൽ the first of those covenants, salt covenant. പറയുന്നത് ഒന്നാമത്തെ ഉടമ്പടി സോൾട്ട് കവനന്റ്, ഉപ്പ് ഉടമ്പടിയാണ്. Yes. അതിന് ചില തെളിവുകൾ ഞാൻ ഉപ്പുടമ്പടിക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കാം. For the salt covenant, I will give you some proof. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദച്ചാർപ്പണമെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമം, സോൾട്ട് കവനന്റ്, ഉപ്പ് നിയമമായിരിക്കും. The book of Numbers chapter 18 and verse 19, all the heave offerings of the holy things which the children of Israel offer unto Lord have I given thee, and thy sons and thy daughters with thee by a statute forever. It is a covenant of salt forever before the Lord unto thee and to thy seed with thee. ഈ ഉപ്പുടമ്പടിക്ക് മറ്റൊരു തെളിവും കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. I'll show you one more proof for the salt covenant. 2 ദിനവൃത്താന്തം, 2 Chronicles 13-ാം അധ്യായം 5-ാം വാക്യം. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം 5-ാം വാക്യം. 2 Chronicles chapter 13 verse 5. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ രാജത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും തന്നെ അവകാശമായി നൽകിയിരിക്കുന്നു. Ought you not to know that the Lord God of Israel gave the kingdom of Israel to David forever, even to him and to his sons by a covenant of salt? ഇനി അപ്പോൾ ഒന്നാമത്തെ ഉടമ്പടി നമ്മൾ കണ്ടു, സോൾട്ട് കവനന്റ്, മലയാളത്തിൽ ലവണ നിയമം, ഉപ്പുടമ്പടി, അത് നമ്മൾ കണ്ടു. So we saw the first covenant, that is the salt covenant. ഇനി രണ്ടാമത്തെ ഉടമ്പടി സാൻഡൽസ് കവനന്റ്, ചെരുപ്പ് ഉടമ്പടിയാണ്. The second covenant is a sandals covenant. അത് സാധാരണ വസ്തു കച്ചവടം ചെയ്യുമ്പോൾ, വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ, ഈ വസ്തു കൈമാറ്റം തന്നെയല്ല, വിവാഹം നടക്കുമ്പോൾ, അതുപോലെ തന്നെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിലൊക്കെ നടത്തുന്ന കവനന്റ് ആണ് സാൻഡൽസ് കവനന്റ്. The sandals covenant is usually done when during a property or by building a house or in marriages, etc. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഈ കവനന്റ് നമ്മൾ കാണുന്നു. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. Ruth chapter 4 verse 7. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാക്കാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. ഈ ഉടമ്പടിയാണ് സാൻഡൽസ് കവനന്റ്. So here Ruth chapter 4 verse 7 says, now this was the manner in former time in Israel concerning redeeming and concerning changing, for to confirm all things a man plucked off his shoe
and gave it to his neighbor, and this was a testimony in Israel. So this is the sandal covenant or the shoe covenant. ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടെടുപ്പുകാരന് വീണ്ടെടുക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞാൽ അടുത്ത വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കണമെങ്കിൽ ഈ സാൻഡൽസ് കവനന്റ് നടക്കണം, ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം. So if one person he has expressed this unwillingness to redeem, a second redeemer can come, but then he has to go through this shoe covenant. അതുപോലെ തന്നെ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ ഈ സാൻഡൽസ് കവനന്റ് നടത്തണം. In the same way, the sandal covenant has to take place when a property is being exchanged. അത് പുറകാലെ അല്പൂടെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഉടമ്പടി ആണ് ബ്ലഡ് കവനന്റ് അല്ലെങ്കിൽ രക്ത ഉടമ്പടി. The third covenant is the blood covenant. അത് സാധാരണ പ്രഭുക്കന്മാർ രാജ്യം സംബന്ധിച്ച് സാമ്രാജ്യം സംബന്ധിച്ച് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഉടമ്പടി ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് കവനന്റ് ആണ് നടത്തുന്നത്. So when concerning nations, when a long-standing issues are being resolved, that is the place when the blood covenant takes place. അതിന്റെ ഒരു തെളിവ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 34-ാം അധ്യായം 18-ാം വാക്യം. യിരെമ്യാ പ്രവചനം 34-ാം അധ്യായം 18-19 വാക്യങ്ങൾ. Jeremiah chapter 34 verses 18 and 19. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കുന്ന എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും കണ്ടോ. അപ്പൊ കാളക്കുട്ടിയെ പിളർന്ന് അതിന്റെ നടുവിൽ കൂടി കടന്നുകൊണ്ട് ചെയ്യുന്ന ആ കവനന്റ് ആണ് ബ്ലഡ് കവനന്റ്. So here it says, and I will give the men that have transgressed my covenant, which have not performed the words of the covenant which they had made before me, when they cut the calf in twain and passed between the parts thereof, the princes of Judah and the princes of Jerusalem, the eunuchs and the priests, and all the people of the land which passed between the parts of the calf. So this is the blood covenant. ഇവിടെ ദൈവം വസ്തു അബ്രഹാമിന് എഴുതി കൊടുക്കുകയാണ്. കനാൻ നാട് ഒരു ബ്ലഡ് കവനന്റിലൂടെയാണ് ഈ വസ്തു എഴുതി കൊടുക്കുന്നത്. So it is through a blood covenant that God is giving Abraham this piece of property. ഇത് വില കൂടിയ വസ്തുവായതുകൊണ്ടാണ് ഈ 3 മൃഗങ്ങൾ പിന്നെ പക്ഷികൾ ഇവയെല്ലാം കൊണ്ടുവന്നത്. മൃഗങ്ങളെ പിളർന്ന് അബ്രഹാം ഇങ്ങനെ ഇരിക്കുകയാണ്. So here, because the value of the land is very high, all these 3 different kinds of animals and the birds are being brought, and Abraham is now sitting there. ഇത് ഒരു ഇരട്ട യാഗപീഠമാണ്, ഡബിൾ ഓൾട്ടേഴ്സ് ആണ്. അടുത്തടുത്ത 2 യാഗപീഠം പണിയും. ഈ കാളക്കുട്ടിയെ അല്ലെങ്കിൽ ഇവിടെ കണ്ട മൃഗങ്ങളെ രണ്ടായി പിളർന്ന് ഒരു പീസ് ഒരു യാഗപീഠത്തിൽ വയ്ക്കും, മറ്റേ പീസ് മറ്റേ യാഗപീഠത്തിലും വയ്ക്കണം. So here we see a twin altar, 2 altars side by side, in which when these animals are split in 2, one piece was kept on one altar and the other piece was kept on the other altar. എന്നിട്ട് ഈ 2 യാഗപീഠത്തിന്റെ ഇടയ്ക്കുള്ള വഴി, ആ വഴിക്ക് എബ്രായ ഭാഷയിൽ ബെറീത്ത് എന്നാണ് പറയുന്നത്. ബെറീത്ത്. ആ ബെറീത്തിൽ കൂടെ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് ഈ ബ്ലഡ് കവനന്റ് നടത്തേണ്ടത്. So the small gap between these 2 altars is called Berith, and it is through this Berith that these people entering into this covenant of exchange of land has to walk back and forth, and this is the way this covenant is done. ഇങ്ങനെ ഈ ബെറീത്തിൽ കൂടെ നടന്ന് ഉടമ്പടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രമാണം നിയമം ലംഘിച്ചാൽ മറ്റേ വ്യക്തിക്ക് ഇതുപോലെ ഈ വ്യക്തിയെ രണ്ടായി വലിച്ചു കീറാൻ അവകാശവുമുണ്ട്. അതാണ് ഈ ബ്ലഡ് കവനന്റിന്റെ അകത്തെ ഒരു താക്കീത്. The concept in this blood covenant is that if one of the parties transgress this blood covenant, the
the party who was offended has the right to tear the offending party into two, just like these animals. അപ്പോൾ അബ്രഹാമിന് സംഗതി മനസ്സിലായി, ഇതിന്റെ ഇടയ്ക്കൂടി ഞാൻ ചെന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ നിയമം ലംഘിച്ചാൽ എന്റെ ദൈവത്തിന് ഇതുപോലെ എന്നെ വലിച്ചു കീറാൻ അവകാശമുണ്ട്. So Abraham immediately understood the matter, that if I at any time transgress this covenant, God has the right to tear me apart. അതുകൊണ്ട് അബ്രഹാം ആ ബെരീത്തിൽ കൂടെ നടന്ന ദൈവത്തിന്റെ അടുക്ക ചെല്ലാൻ ഭയന്ന് അവൻ അവിടെ ഇരിക്കുക. So Abraham was actually frightened, scared to pass through this Berit and to go to God. So he's sitting there. നമ്മൾ വായിച്ചു, ഉടലുകളിന്മേൽ രാഞ്ചൻ പക്ഷികൾ ഇറങ്ങി. യാഗം ഇത് മൃഗങ്ങളെ അറുത്തപ്പോൾ തന്നെ രാഞ്ചൻ പക്ഷികൾ വന്നതൊന്നുമല്ല. So we read that these birds came to take the carcasses, but it is not just like that the birds came. പകല് ഈ മൃഗങ്ങളെ അറുത്തിരിക്കുകയാണ്. സന്ധിയായിട്ടും അബ്രഹാം നടക്കുന്നില്ല, അത്രയും സമയം പോയി. അപ്പോഴാണ് രാഞ്ചൻ പക്ഷികൾ ഇറങ്ങാൻ തുടങ്ങുന്നത്. Yeah, these birds came up to take these carcasses not immediately after the slaughter, but this slaughter was done in the morning, and until evening Abraham was not moving because he was frightened. That is the time these birds came to take up the carcass. 12-ാം വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഗാഠത വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ ദൈവം വസ്തു എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവരവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാതിക്കത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോദിയുടെ അക്രമം ഇതുവരെ ചെയ്തു. 17-ാം വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. Sorry, Pastor, please give the reference again. Genesis 15:12 onwards. 13 വാക്യങ്ങളാണ് വായിച്ചത്. Okay. And when the sun was going down, a deep sleep fell upon Abraham, and lo, an aurora of great darkness fell upon him. And he said unto Abraham, know of a surety that thy seed shall be a stranger in a land that is not theirs, and shall serve them, and they shall afflict them 400 years. And also that nation whom they shall serve will I judge, and afterward shall they come out with great substance. And thou shalt go to thy fathers in peace. Thou shalt be buried in a good old age. But in the 4th generation they shall come hither again, for the iniquity of the Amorites is not yet full. And it came to pass that when the sun went down, and it was dark, behold, a smoking furnace, and a burning lamp that passed between those pieces. In the same day the Lord made a covenant with Abraham, saying, unto thy seed have I given this land, from the river of Egypt unto the great river, the river Euphrates. The Kenites and the Kenizzites and the Cadmonites and the Hittites and the Perizzites and the Rephaims and the Amorites and the Canaanites and the Girgashites and the Jebusites. മതി. ഇവിടെ ഒരു പന്തം, തീപ്പന്തം ബെരീത്തിൽ കൂടെ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കാര്യമാണ്. അബ്രഹാമേ, നിനക്ക് ബെരീത്തിൽ കൂടെ എന്റെ അടുക്കൽ വരാൻ ഭയമാണല്ലോ, പക്ഷെ ഞാൻ ഈ ബെരീത്തിൽ കൂടെ നിന്റെ അടുക്കിലേക്ക് വരും. So here, when it talks about the torch passing through the Berit, it's because Abraham was frightened to go to God. God is coming in that way to Abraham. കാരണം ഞാൻ ഒരിക്കലും നിയമം ലംഘിക്കത്തില്ല. ഞാൻ ബെരീത്തിൽ കൂടെ വരുന്നു, ഞാൻ ഈ വസ്തു എഴുതി തരുന്നു. So here God is saying that I will never transgress this covenant. I am coming through this Berit, and I am giving you this land. 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, കവനന്റ് നടക്കുകയാണ്. എന്നിട്ട് ഒടുവിലത്തെ വാക്യം 21-ാം വാക്യം, ഇവയുടെ ദേശത്തെ ഞാൻ തന്നിരിക്കുന്നു. വർത്തമാനകാല പ്രയോഗമാണ്. ഈ വസ്തു ഇതാ ഞാൻ നിയമം ചെയ്ത് നിനക്ക് തന്നിരിക്കുന്നു.
In verse 18, we say that in the same day the Lord made a covenant with Abraham, and he said unto him that I have already given this land from the river of Egypt unto the great river, the river Euphrates. അപ്പോൾ തന്നെ ഈ വസ്തു ഈ നിലയിൽ ബ്ലഡ് കവനന്റിലൂടെ എഴുതി കൊടുക്കുമ്പോൾ ഒരു ക്ലോസ് കൂടെ ദൈവം വച്ചു. ഇത് നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് എന്ന് പറയുമ്പോൾ ഏത് സന്തതിയാണെന്ന് ദൈവം വ്യക്തമാക്കി. So along with this giving of this land, God added one more clause that along with you, I am giving this also to your offsprings. And which offspring it is, that is also specified. നിന്റെ ശേഷം നിന്റെ സന്തതി ഇസഹാക്കാണല്ലോ. ഈ വസ്തു ഇസഹാക്കിന് ചെയ്തു. ഈ ഐസക്കിന് രണ്ട് മക്കൾ, ഈശാവ് ആൻഡ് ജേക്കബ്. ഏശാവും യാക്കോബുമാണ്. And Isaac had Esau and Jacob as his sons. ആ രണ്ട് മക്കൾക്കും കൂടി ഉള്ളതല്ല ഈ കനാൻ ദേശം. So this Canaan land is not for both of them. അത് യാക്കോബിന്റെ മക്കൾക്ക് മാത്രമാണ് ഈ കനാൻ ദേശം. It's only for the children of Jacob. 13-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു, വ്യക്തത വരുത്തുകയാണ്. 13-ാം വാക്യം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അപ്പോൾ 400 സംവത്സരം മിസ്രൈമിൽ അടിമകളായി കിടക്കുന്ന നിന്റെ സന്തതി ഉണ്ടല്ലോ, ആ സന്തതി മടങ്ങി വരുമ്പോൾ അവർക്കാണ് ഈ ദേശം. For clarity, Abraham, know of a surety that thy seed shall be a stranger in a land that is not theirs, and shall serve them, and they shall afflict them 400 years. That's talking അപ്പോൾ about ഇത് ഏശാവിന്റെ മക്കൾക്ക് അവകാശപ്പെട്ട ദേശമല്ല കനാൻ നാട്, യാക്കോബിന്റെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. So the children of Esau has no right to this land. It's only for the children of Jacob. അപ്പോൾ ഏശാവിന്റെ മക്കൾക്കോ? ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം പറഞ്ഞു, ഏശാവിന്റെ മക്കൾക്ക് ഞാൻ വേറെ ദേശം കൊടുത്തുകൊള്ളാം. So what about Esau's children? God is a just God. So God said that I will give them something else. ആ ഏശാവിന്റെ മക്കൾക്ക്, അവരെ ഏദോമിൽ എന്നാണ് വിളിക്കുന്നത്, ഏശാവിന്റെ മക്കൾക്ക് ദൈവം വേറൊരു ദേശം കൊടുത്തു. So the children of Esau are known as the Edomites, and these Edomites were given another piece of land. അതിന്റെ തെളിവ് വാക്യം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 4-ാം വാക്യം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 4-ാം വാക്യം. ഇസഹാക്കിന് 24:4. യോശുവ 24:4. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന് ഞാൻ സേയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. അപ്പോൾ ഏശാവിന്റെ മക്കൾക്ക് ദൈവം സേയീർ പർവ്വതം എഴുതി കൊടുത്തു. And I gave unto Isaac, Jacob, and Esau, and I gave unto Esau Mount Seir to possess it, but Jacob and his children went down into Egypt. ഈ സേയീർ പർവ്വതം എന്ന് പറയുന്നത് കനാൻ നാടിന്റെ അടുത്ത് കിടക്കുന്ന ഒരു ദേശം തന്നെയാണ്. So this Mount Seir is a place just near Canaan. ആ സേയീർ പർവ്വതം ഏശാവിന് കൊടുത്തു എന്ന വേറൊരു തെളിവും കൂടെ ഞാൻ വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം, Deuteronomy chapter 2 verse 4 onwards. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 4 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയീരിൽ കുടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരെ അതിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവിടെ ദേശത്ത് ഞാൻ നിങ്ങൾക്കൊരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സേയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. So in Deuteronomy chapter 2 verses 4 and 5 we see the same thing again. And command thou the people, saying, you are to pass through the coast of your brethren the children of Esau,
which dwell in Seir, and they shall be afraid of you. Take you good heed unto yourselves before. Therefore, meddle not with them, for I will not give you of their land, no, not so much as a footbreadth, because I have given Mount Seir unto Esau for a possession. അപ്പൊ ദൈവം ഇങ്ങനെ തന്റെ അധീനതയിൽപ്പെട്ട വസ്തു ഇങ്ങനെ എഴുതി കൊടുക്കും. So God gives property that is his to different people. ഇപ്പൊ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം എഴുതി കൊടുത്തു. ഏശാവിന്റെ മക്കൾക്ക് ഏദോമിലേക്ക് സേയീർ പർവ്വതം എഴുതി കൊടുത്തു. The Israelites were given Canaan, and the Edomites were given the Mount Seir. ലോത്തിന്റെ മക്കളായ മോവാബ്യർക്കും അമ്മോന്യർക്കും ദൈവം ഇതുപോലെ വസ്തു എഴുതി കൊടുത്തിട്ടുണ്ട്. And to the Moabites and the Ammonites, who are the children of Lot, God has given properties. ഈ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെയുണ്ട് അവർക്ക് ദൈവം വസ്തു കൊടുത്ത കാര്യം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യം 2-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്. മോവാബ് രാജ ലോത്തിന്റെ മക്കളാണ്. അവരോട് പടയെടുക്കരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശം തരികയില്ല. ആ ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ദേശം ദൈവം മോവാബിലേക്ക് എഴുതി കൊടുത്ത ദേശം. So the children of Lot, Moabites, were also given. That's seen in the same chapter 2, Deuteronomy chapter 2 and verse 9. And the Lord said unto me, distress not the Moabites, neither contend with them in battle, for I will not give thee of their land for a possession, because I have given Ar unto the children of Lot for a possession. അതുപോലെ അമ്മോന്യർക്കും വസ്തു എഴുതി കൊടുത്തു. അതേ അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 2-ാം അധ്യായം 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അമ്മോന്യരെ ഞെരുക്കരുത്, അവിടെ ദേശത്ത് നിങ്ങൾക്ക് സ്ഥലമില്ല, ആ ദേശം ഞാൻ അമ്മോന്യർക്ക് എഴുതി കൊടുത്തു. And for the Ammonites also, it is given in the same way, the same chapter, verses 16 to 19, we can see that God has given them the land. അപ്പോൾ കനാൻ ദേശം ദൈവം യാക്കോബിന്റെ മക്കളായ ഇസ്രായേൽ മക്കൾക്ക് രക്ത ഉടമ്പടിയിലൂടെ എഴുതി കൊടുത്ത ദേശമാണ്. So Canaan is a land given to the children of Jacob through a blood covenant. ഈ ഇസ്രായേൽ മക്കൾ 400 വർഷം മിസ്രൈമിൽ പോയി താമസിച്ചു. And these children of Israel lived in Egypt for 400 years. അവകാശികൾ ദേശത്തില്ലെന്ന് കണ്ടപ്പോൾ ചുറ്റുപാടും കടന്ന ജാതികൾ എല്ലാവരും കൂടെ കനാൻ നാട്ടിൽ കയറി അവകാശം സ്ഥാപിച്ച് സുഖ താമസം 400 വർഷമായി. And because there were nobody, that the people surrounding this Canaan saw that this land is empty and nobody is there, so they came and took possession of the land. യഥാർത്ഥ അവകാശികൾ മടങ്ങി വരുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ അവകാശത്തിൽ ജാതികൾക്കാതെ താമസിച്ചിരിക്കുക. So when the true people who inherited the land is coming there, God is telling them that because you are not here, the other people have possessed the land. ആ ജാതികളെ ഞാൻ നശിപ്പിച്ച് ഒഴിവാക്കി നിങ്ങളുടെ അവകാശം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. And I will destroy those nations and I will give your right back to you. അതിന് കാരണമുണ്ട്. നമ്മൾ ഇന്ന് വസ്തു എഴുതുമ്പോൾ ഒടുവിൽ ഒരു ക്ലോസ് എഴുതും, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാണ്, എഴുതി കൊടുക്കുന്നയാൾ അത് എഴുതി വെക്കണം. Yeah, because even in any property dealing, there is a clause saying that in case there is some encumbrance, I will be responsible for it. ബാങ്കിലൊക്കെ കൊടുത്ത് മോർഗേജ് എടുത്ത ഇത് ഈട് വച്ച ലോൺ എടുത്ത ശേഷം വസ്തു കള്ളക്കച്ചവടം ചെയ്യാനൊക്കത്തില്ല. ഒടുവിൽ എഴുതി കൊടുക്കുന്ന ആൾ എഴുതി വെക്കണം, ഇതിന് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോൺസിബിൾ ആണെന്ന് എഴുതി കൊടുക്കണം. Even when a property is mortgaged or a loan is taken from the bank, this clause has to be added that I am responsible in case of any kind of problem comes in, I am responsible for this. ദൈവം അങ്ങനെ എഴുതി വെച്ചു. ദൈവം പറയുകയാണ്, ഞാൻ തന്ന വസ്തുവിൽ ലയബിലിറ്റി വന്നു, ജാതികൾ കയറി താമസിക്കുന്നു, ഞാൻ ആ ലയബിലിറ്റി ഒഴിവാക്കി തന്നേക്കാം. And here is exactly the same thing is happening, that a liability has taken place, that the land God had given to these people, somebody else has possessed it. So God says, I will remove those people and give the land back to you.
യോശുവയുടെ നേതൃത്വത്തിലാണ് കനാൻ നാട്ടിലേക്ക് ജനം പ്രവേശിക്കുന്നത്. 31 യുദ്ധങ്ങൾ യോശുവ ആ കനാന്യ ജാതികളുമായി ചെയ്തു. During the time of Joshua, the people entered into Canaan, and Joshua had to undertake 31 different battles. അവിടെ എല്ലാം യോശുവയുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് എഴുതി നിൽക്കുന്ന വാക്യമുണ്ട്, യഹോവയായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. In all those places in the book of Joshua, repeatedly we will see one sentence again and again saying that it was God who fought the battle for them. ഒരു 2 വാക്യങ്ങൾ ഞാൻ അതിന് തെളിവിനായിട്ട് വായിക്കാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം. അതൊരു നീണ്ട വാക്യമാണ്, എല്ലാം വായിക്കുന്നില്ല. ഒടുവിലത്തെ സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം. ജോഷുവ 10:14, അതിന്റെ ലാസ്റ്റ് സെന്റൻസ്, യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. It says here that verse 14 says, and chapter 10 verse 14 alla pastor 14 and the last sentence ഞാൻ വായിച്ചോളൂ. For the Lord fought for Israel. അതെ. ഇനി 42-ാം വാക്യം വേഴ്സ് 42 അതേ അധ്യായം. ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെ യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിന്റെ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. Verse 42, and all these kings had their land did Joshua take at one time, because the Lord God of Israel fought for Israel. കാരണം ദൈവം എഴുതി കൊടുത്ത വസ്തുവിൽ ജാതികൾക്കാരെ താമസിച്ചപ്പോൾ ദൈവം ഉത്തരവാദിയായിട്ടിരുന്ന യോശുവയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത ആ ജാതികളെ നീക്കി യഥാർത്ഥ അവകാശികൾക്ക് കനാൻ ദേശം തിരിച്ചു കൊടുത്തു. So God removed the people who had possessed this land during their absence as his own responsibility, and fought the battles for them, and gave the land back to the rightful owners. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ നടന്നത്. It is for this reason that God walked before these people. ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നത് എന്തിനാ? നമ്മുടെ അവകാശത്തിൽ ജാതികൾ കൈകടത്തിയപ്പോൾ അവയെ നശിപ്പിച്ച് നമ്മുടെ അവകാശം നമുക്ക് മടക്കി തരാൻ ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നു. Yeah, when the heathen take possession of our rights, God walks before us to return it back to us. എന്താണ് നമ്മുടെ അവകാശം? മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരബലം, ദൈവം തരുന്ന അവകാശം, നമ്മുടെ മക്കൾ നമ്മുടെ അവകാശം. What is our inheritance? It's our children. Our children is our inheritance. നമ്മുടെ ശുശ്രൂഷ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ, അത് നമ്മുടെ അവകാശം. The ministry that God has given us, that is also our inheritance. ദൈവം നമുക്ക് തന്ന സഭ, അത് നമ്മുടെ അവകാശം. The church that God has given us, that is also our inheritance. നമ്മുടെ കൈകളുടെ അധ്വാന ബലം, വിയർപ്പിന്റെ ബലം നമ്മുടെ അവകാശം. The fruit of the labor of our hands, that is our inheritance. നമ്മുടെ പൊതുസ്വത്ത് നമ്മുടെ അവകാശം. Our property, that is our inheritance. ഈ അവകാശത്തിന്റെ മേൽ ദുഷ്ടൻ കൈ കടത്തുമ്പോൾ അവയെ ശാസിച്ച് അവരെ ദൂരീകരിച്ച് നമ്മുടെ അവകാശം നമുക്ക് മടക്കി തരാൻ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. And when the enemy touches our property, our God removes the enemy and returns our inheritance to us, and for that reason he walks before us. എന്നെ ചിന്ത ഞാൻ നീട്ടുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിലെ നിന്റെ അവകാശത്തിന് മേൽ കൈ കടത്തിയിരിക്കുന്ന ജാതീയ ശക്തികളെ ദൂരീകരിച്ച് നിന്റെ അവകാശം, നിന്റെ നന്മ നിനക്ക് മടക്കി തരാൻ ദൈവം നിന്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. I would like to conclude my words here, dear brother and sister. You know, whatever the enemy has touched out of your inheritance, our God is walking before us so that he can destroy that enemy and return our inheritance to us. വാസ്തവത്തിൽ ഈ 3 ദിവസം ഞാൻ പ്രസംഗിക്കാൻ ഒരുങ്ങി വന്ന വിഷയം മറ്റൊന്നായിരുന്നു. എന്തുകൊണ്ട് ചെങ്കടൽ? അതിന് 5 കാരണങ്ങൾ
പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലുണ്ട്. 5 Actually, I had കാരണങ്ങൾ some, 3 ദിവസമായി പഠിപ്പിക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. actually, I had prepared to speak on another subject, which saying why the Red Sea. There are 5 reasons given for that. That was what I had prepared for. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വിഷയം പ്രസംഗിക്കുവാൻ, ഈ വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ, നിന്റെ വസ്തുവിന്മേൽ, നീ പണിത ഭവനത്തിന്റെ മേൽ, നിന്റെ നന്മയുടെ മേൽ, ചൂടാലാവ വൈശലച്ച മുട്ടകണ്ണ, നിന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ കൈകടത്തിയ ഇരുട്ടിന്റെ ശക്തികളെ ശാസിച്ച് നിന്റെ നന്മകളും അവകാശങ്ങളും മടക്കി തരാൻ ദൈവത്തിന്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. So here, God walks before you so that He can return to you your inheritance, whether it be your the fruit of your labor, your ministry, your health, your wealth, anything. നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. The scepter of the wicked will never be on the rightful inheritance of the saints. ഈ ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രിയിൽ ദുഷ്ടൻ വച്ച ചില ചെങ്കോലുകളെ ദൈവാത്മാവ് ഒടിക്കുന്ന രാത്രിയാണ്. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴാൻ പാടില്ല, വാഴുകയില്ല. അവയെ ശാസിച്ച നിന്റെ നന്മയെ നിനക്ക് ദൈവം മടക്കി തരും. The inheritance of the righteous will never be taken by the wicked. God will return it to you. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വലിയവനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. Let us be with much expectation. May the Lord bless us with these words. Hallelujah, hallelujah, hallelujah. Let us submit ourselves in the presence of the Lord. Hallelujah. Our God is God is leading us. Hallelujah. He will walk before His people. Hallelujah. Our God is walking before our life. Hallelujah.